നമസ്കാരം. സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ്. ഇത് അശ്വതി നക്ഷത്രക്കാരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും കാണേണ്ടതാണ്. പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രക്കാരും കാണേണ്ടതാണ്. പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം പറഞ്ഞു പോവുകയല്ല ഇതില് അശ്വതി നക്ഷത്രമെന്നല്ല, 27 നക്ഷത്രക്കാരെയും നമ്മൾ 4 പാദങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് എന്ന് മിക്കവർക്കും അറിയാം. അതില് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ഏത് പാദത്തിലാണോ ആ പാദത്തിലെ ഫലങ്ങളാണ് നിങ്ങളെ കൂടുതൽ സ്വാധീനിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഈ പാദങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പാദം അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് നിങ്ങൾ ജനിച്ചതെന്നറിയാമെങ്കിൽ ഈ വീഡിയോ മുമ്പോട്ട് സ്ക്രോൾ ചെയ്ത് പോയതിനു ശേഷം ഫലങ്ങൾ പറയുന്നിടത്തുനിന്ന് നിങ്ങൾക്ക് കേട്ടു തുടങ്ങാം. ഇങ്ങനെ പാദങ്ങൾ അറിയില്ലെങ്കിൽ ആദ്യം പാദങ്ങൾ കണ്ടുപിടിക്കുവാൻ പഠിച്ചതിന് ശേഷം, എന്നിട്ട് പാദങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളുടെ ഫലങ്ങൾ അറിയുക. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് പാദങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും 27 നക്ഷത്രക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ 27 നക്ഷത്രങ്ങൾക്കും 4 പാദങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ 4 പാദങ്ങളിൽ ജനിച്ചവർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ രീതികളായിരിക്കും. ഇനിയും പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നതാണ്. മിക്കവർക്കും നമ്മളുടെ പാദങ്ങൾ കണ്ടുപിടിക്കാൻ അറിയില്ല. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമെങ്കിൽ നിങ്ങളുടെ നക്ഷത്രവും നിങ്ങൾ ഏത് പാദത്തിലാണ് ജനിച്ചതെന്നും വളരെ നിസ്സാരമായിട്ട് കണ്ടെത്താവുന്നതാണ്. അത് നമ്മളിവിടെ ഒരു ഉദാഹരണം സഹിതം വ്യക്തമാക്കുകയാണ്. ഒരു വ്യക്തി 20/4/1976 ജനിച്ചതെന്ന് വിചാരിക്കുക. അതായത് 20-ാം തീയതി ഏപ്രിൽ മാസം 1976. ഇയാളുടെ നക്ഷത്രവും പാദവും കണ്ടെത്തുന്നതിനായിട്ട് നമ്മളുടെ എല്ലാവരുടെയും മൊബൈൽ ഉള്ളതാണ്. മൊബൈലിലെ ക്രോം ബ്രൗസർ എടുത്ത ശേഷം 1976 ഏപ്രിൽ മാസം മലയാള കലണ്ടർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന ആദ്യ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ ഒരു കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും. ആ കലണ്ടറിൽ ഓപ്പൺ ആകുമ്പോൾ അതിൽ നമ്മൾ 20-ാം തീയതിയാണ് ജനിച്ചതെന്ന് മുമ്പ് പറഞ്ഞു. ആ 20-ാം തീയതിയാണ് ജനിച്ചത് കൊണ്ട് ആ 20-ാം തീയതിയിൽ ക്ലിക്ക് ചെയ്യുക. അത് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അവിടെ വ്യൂ ഡീറ്റെയിൽഡ് പഞ്ചാംഗം എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ നമ്മൾക്ക് നക്ഷത്രം ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏപ്രിൽ 20-ാം തീയതി പൂരാടവും ഉത്രാടവും നക്ഷത്രവും വന്നിട്ടുണ്ട്. ഏപ്രിൽ 20-ാം തീയതി 4:11 PM വരെ പൂരാടവും അതിനുശേഷം ഉത്രാടവും എന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും പെട്ടുപോകുന്നത്. തൻ്റെ നക്ഷത്രം ഏതാണ് എന്ന് ഇവിടെ ഒരു സംശയം വരും. അപ്പോൾ നമ്മൾക്ക് ജനിച്ച സമയത്തിന്റെ ആവശ്യകത വരുന്നത്, കൃത്യസമയം അറിയില്ലെങ്കിലും ഏകദേശ സമയം അറിയാമെങ്കിൽ നക്ഷത്രം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. അപ്പോൾ ആ സമയം നോക്കി നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഇങ്ങനെയൊന്ന് നോക്കുക. ഇങ്ങനെ നക്ഷത്രം മനസ്സിലാക്കിയാൽ പിന്നെ അടുത്തതായിട്ട് നമ്മളുടെ ഘട്ടമെന്ന് പറയുന്നത് പാദം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനായിട്ടും വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ നക്ഷത്രം കണ്ടുപിടിച്ചതിന്റെ അടുത്ത തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ നക്ഷത്രം എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ആ നക്ഷത്രം നിലനിൽക്കുന്നത് എന്നുള്ളത്. ആദ്യം അത് മനസ്സിലാക്കിയ ശേഷം അത് എത്ര മണിക്കൂർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അതിനെ 4 ആയിട്ട് ഭാഗിക്കുക. ശേഷം നിങ്ങളുടെ ജനനസമയം എത്രാമത്തെ മണിക്കൂറിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ആ മണിക്കൂറുകൾ നിങ്ങൾ ആദ്യം ഭാഗിച്ച 4 ഭാഗത്തിൽ ഏതിലാണ് വരുന്നതെന്ന് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാദം ഏതാണെന്നും മനസ്സിലാകുന്നതാണ്. ഉദാഹരണ സഹിതം നിങ്ങൾക്ക് ഇനി ഇച്ചിലൂടെ വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞു തരാം. നിങ്ങളുടെ നക്ഷത്രം ആരംഭിക്കുന്നത് രാത്രി 12 മണിക്കാണ് എന്ന് വിചാരിക്കുക. അത് അവസാനിക്കുന്നത് പിറ്റേ ദിവസം രാത്രി 12 മണിക്കാണെന്ന് അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ നക്ഷത്രത്തിന്റെ ആകെ മണിക്കൂറുകൾ എന്ന് പറയുന്നത് 24 അതിനെ 4 ആയിട്ട് ഭാഗിച്ചാൽ 6 മണിക്കൂറുകൾ വീതമുള്ള 4 ഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതിനെ 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം എന്നിങ്ങനെ തിരിച്ച് വയ്ക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾ ജനിച്ച സമയം എപ്പോഴാണെന്ന് നോക്കുക. രാവിലെ ഒരു 8 മണി അല്ലെങ്കിൽ 9 മണി എന്ന് വിചാരിക്കുക. ആ ഒരു കൃത്യമായിട്ടുള്ളൊരു സമയം വേണമെന്നില്ല. ഏകദേശം ഒരു 8 മണി 9 മണിക്കാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നക്ഷത്രം തുടങ്ങി, അതായത് രാത്രി 12 മണിക്ക് നക്ഷത്രം തുടങ്ങിയിരിക്കുകയാണ്. ആ നക്ഷത്രം തുടങ്ങി 8 മണിക്കൂറുകൾക്ക് ശേഷമാണ് നിങ്ങൾ ജനിക്കുന്നത്. അതായത് ആ നക്ഷത്രത്തെ 4 ആയിട്ട് ഭാഗിച്ചപ്പോൾ 8-ാമത്തെ മണിക്കൂർ വരുന്നത് 2-ാമത്തെ ഭാഗത്താണ്. അപ്പോൾ നിങ്ങൾ ജനിച്ചത്
രണ്ടാം പാദത്തിലാണെന്നാണ് അർത്ഥം. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ക്രോം ബ്രൗസറിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഇത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സാധാരണയായിട്ട് നമ്മൾ ജ്യോത്സ്യന്മാരുടെയൊക്കെ എടുത്ത് ചെല്ലുമ്പോൾ അവർ കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളുടെ ജാതകം അല്ലെങ്കിൽ നാളെ പറഞ്ഞു തരുന്നത്. ചിലർ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എത്രയും പെട്ടെന്ന് നാളൊക്കെ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ജ്യോത്സ്യനും ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു തരാറില്ല. എല്ലാവർക്കും പാദങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അശ്വതി നക്ഷത്രത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും ഫലങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, ഓരോ പാദത്തിലുള്ളവരുടെയും. അത് നിങ്ങൾ ഏത് പാദത്തിലാണ് ജനിച്ചതെന്ന് മനസ്സിലാക്കി അത് മുന്നോട്ട് പോകുക. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ അശ്വതി നക്ഷത്രത്തെ കുറിച്ച് പൊതുവായിട്ടെന്ന് പറയുകയാണെങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പണ്ഡിതനും ബുദ്ധിഗുണമുള്ള ആളുകളുമൊക്കെ ആകും. ധൈര്യവും സാമർഥ്യവും സ്വതന്ത്രശീലവും ഒക്കെ അനുഭവിക്കുന്നവരായിരിക്കും. കുലമഹിമയും അഭിമാനവും ഒക്കെ ഫലങ്ങളാവുന്നതാണ്. സഹോദരങ്ങളിൽ മുഖ്യനോ അല്ലെങ്കിൽ മൂത്തയാളോ ഒക്കെ ആവുന്നതാണ്. സൗന്ദര്യമുള്ളയാളും ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ളവരും ഒക്കെ ആയിരിക്കും. ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞ് പെരുമാറാൻ ഇവർക്ക് കഴിയുന്നതാണ്. രത്നാദി സമ്പത്തുകളൊക്കെ ഇവർക്ക് സിദ്ധിക്കാൻ കഴിയുന്നുണ്ട്. കപടമില്ലാത്തവരും കീർത്തി ഉള്ളവരുമാവും. ഇത് ഏത് പാദത്തിൽ ജനിച്ചാലും ഇവർക്ക് ഉള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ഗുണമാണ്. ഇനിയും ഇവര് ഒന്നാം പാദത്തിൽ ജനിച്ചവരാണെങ്കിൽ ഇവര് ഏഷണിക്കാരും ചപല മനസ്സുള്ളവരും ഒക്കെ ആവുന്നുണ്ട്. ചില സമയങ്ങളിലൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് പോകാനുള്ള സാധ്യതയും ഇവർക്കുണ്ട്. പാപകർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പരദ്രോഹത്തിലൊക്കെ താല്പര്യം ജനിക്കുന്നതാണ്. പൊക്കവും വണ്ണവുമൊത്ത ശരീരപ്രകൃതമായിരിക്കും നിങ്ങൾക്ക്. കൂടുതലായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. മനോഹരമായിട്ടുള്ള തലമുടിയും മുതുകില് ചെറിയതായിട്ട് ചുഴിയൊക്കെ ഭവിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഒന്നാം പാദത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ. രണ്ടാം പാദത്തിൽ ജനിച്ചാൽ ശാസ്ത്രത്തിലൊക്കെ വലിയ താല്പര്യം കാണും. ധർമ്മനിഷ്ഠയൊക്കെ പാലിക്കാൻ സാധ്യതയുണ്ട്. സുന്ദരനും ഗുണങ്ങളെ സ്വീകരിക്കുന്ന ആളും എന്തിനും ഒരു വിലങ്ങിടുന്നവരും ഒക്കെ ആയി മാറുന്നതാണ്. ത്യാഗശീലവും ബന്ധുക്കളിൽ സ്നേഹവും ഒക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ഗ്രഹവും ധനാധാന്യ സമൃദ്ധിയും എല്ലാം ഉണ്ടാവുന്നതാണ്. കൂടാതെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ സമൃദ്ധി ഉണ്ടാകും. ഭാഗ്യദേവതയാൽ അനുഗ്രഹീതമായി തീരുന്ന ആളുകളാണ് ഈ രണ്ടാം പാദത്തിൽ ജനിച്ചവര്. മൂന്നാം പാദത്തിൽ ജനിക്കുകയാണെങ്കിൽ സൗന്ദര്യമുള്ളവരും സർക്കാരിൻ്റെ ധന അനുഭവമുള്ളവരുമൊക്കെ ആവുന്നതാണ്. ബന്ധുക്കളുടെ പ്രിയപ്പെട്ടവരാകുന്നതാണ്. ഗൃഹധനങ്ങളുള്ള ആളും ഗണിതശാസ്ത്രത്തിൽ പണ്ഡിതനുമൊക്കെ ആവുന്നുണ്ട്. സാഹിത്യവാസനയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പ്രസന്നനും നല്ല പണ്ഡിതനുമായിരിക്കും. എന്നാൽ മൂലരോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയാണ്. നാലാം പാദത്തിൽ ജനിച്ചാൽ അഴകും ആരോഗ്യവും വലിപ്പമുള്ള ശരീരമുള്ളവരുമാണ്. സ്ത്രീകളാണെങ്കിൽ പുരുഷരിലും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളിലും ആസക്തരായിരിക്കും. ജ്യോതിഷത്തിൽ അറിവുള്ളവരാകും. വർദ്ധിച്ച ബുദ്ധിയും ഒരുപാട് ബുദ്ധിയും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ആളുകൾക്കെല്ലാം ഇഷ്ടമുള്ളവരും ഐശ്വര്യം ഉള്ളവരും ആയിട്ടാണ് നിങ്ങളെ നാലാം പാദക്കാരെ കാണുന്നത്. വിശാല മനസ്കരും കലകളിലും ശാസ്ത്രങ്ങളിലും പണ്ഡിതരായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഉയർന്ന ചുമലോട് കൂടിയ ആളുകളായിരിക്കും നിങ്ങൾ. അപ്പോൾ അശ്വതി നക്ഷത്രത്തിന്റെ 4 പാദങ്ങളിൽ ജനിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ഫലങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.